പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനും ദൈവത്തിൻ്റെ സൃഷ്ടികളെ ജ്ഞാനത്താൽ പരിപാലിക്കുന്ന യേശു കർത്താവിനും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഒരു ജീവി എന്ന നിലയിൽ നമ്മിൽ ഓരോ നിമിഷവും മുന്നോട്ട് ജീവിക്കണമെങ്കിൽ രക്തത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. രക്തം മുക്കിലും മൂലയിലും ഇങ്ങനെ ഓടി നടന്ന് നമുക്കാവശ്യമായ എനർജി നൽകുന്നു. എന്നാൽ രക്തത്തിന് ഓരോ നിമിഷവും മുന്നോട്ട് പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഓക്സിജൻ്റെ കൃത്യമായ അളവ് ആവശ്യമാണ്. അതിനായി ശരീരം നിമിഷമെണ്ണി ഇങ്ങനെ പ്രാണവായു വലിച്ചെടുക്കുന്നു. ഈ പ്രക്രിയ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ആദാമിൻ്റെ സൃഷ്ടി സമയത്താണ്. ദൈവം ആദാമിനെ ഉണ്ടാക്കി വച്ച ശേഷം മൂക്കിലൂടെ പ്രാണവായു ഊതി നൽകി. ഓരോ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ ജീവാംശം നിലനിൽക്കുന്നത് രക്തത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ മോശ ഇങ്ങനെ എഴുതി വച്ചത്: ഭക്ഷണാവശ്യങ്ങൾക്കായി ഓരോ ജീവിയെയും കൊല്ലുമ്പോൾ ദൈവത്തോടുള്ള ആദര സൂചകമായി അവയുടെ കഴുത്ത് അറുത്ത് രക്തം നിലത്തൊഴിച്ചു കളയണം. അതിൽ ദൈവത്തിൻ്റെ ജീവാംശമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പ്രവൃത്തിയാണ് ഓരോ വ്യക്തിയും പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് തത്തുല്യമായ അളവിൽ മറ്റൊരു ജീവിയുടെ, നിഷ്കളങ്കമായ ഒരു ജീവിയുടെ കഴുത്തറുത്ത് പുരോഹിതൻ ബലിക്കല്ലിൽ ബലിയർപ്പിക്കണം. അതിലെ ജീവാംശം നഷ്ടപ്പെട്ട ജീവാംശത്തിന് പകരമായി ആ പാപിയായ മനുഷ്യന് ആയിത്തീരും. ഈ ഒരു പ്രക്രിയ പഴയ നിയമ കാലഘട്ടം മുഴുവനും ഇങ്ങനെ നിലനിന്നിരുന്നു. അത് മോശയുടെ ന്യായപ്രമാണമാണ്. എന്നാൽ ദൈവം മനുഷ്യനുമായി ഒരു പുതിയ ഉടമ്പടി കാലങ്ങൾക്ക് ഇപ്പുറം വയ്ക്കുന്നു. സകലർക്കും വേണ്ടിയുള്ള പാപ പരിഹാരത്തിനായി ഒറ്റ ബലി, അതായത് തൻ്റെ മൂത്ത പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ആ പ്രക്രിയ ഇങ്ങനെ നിറവേറ്റുന്നു. അങ്ങനെയാണ് പിതാവിനോടൊപ്പമായിരുന്ന കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യ ജഡ രൂപമെടുത്ത് ഇങ്ങനെ വരുന്നത്. ഏകദേശം 800 കോടിയോളം ജനത ഇന്ന് നിലവിൽ ഭൂമിയിലുണ്ട്. അവയിൽ എത്രയോ മടങ്ങ് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എത്ര ദശലക്ഷം പേർ ജനിക്കുവാൻ പോകുന്നു. ഇത്രയും അധികം വരുന്നൊരു വലിയൊരു മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ പാപപരിഹാരമായി തീരുവാൻ അത്രയ്ക്ക് വലുതാണോ യേശു കർത്താവിൻ്റെ രക്തം? യേശു കർത്താവ് ആരാണ്? യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ മൂല്യം എത്ര? അതാണ് നമ്മളിന്ന് നോക്കുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ജീവൻ്റെ ജഡരൂപമാണ് മനുഷ്യർ. ദൈവത്തിൻ്റെ ശക്തിയുടെ സൃഷ്ടി രൂപമാണ് ദൂതന്മാർ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സൃഷ്ടി രൂപമാണ് ക്രിസ്തു അഥവാ നമ്മുടെ കർത്താവ്. ദൈവം സകല സൃഷ്ടികളും ഉണ്ടാക്കും മുമ്പായി അവയ്ക്കൊരു അറിവ് ആവശ്യമാണെന്ന് ദൈവം കണ്ടു. അതിനായി ആദ്യ സൃഷ്ടിയായി ഒരു അറിവിനെ, തന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ജ്ഞാനത്തെ സൃഷ്ടി രൂപമായി മാറ്റി നിർത്തുന്നു. അതാണ് നമ്മുടെ കർത്താവ്. സൃഷ്ടികൾക്ക് എല്ലാം ഒരു പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് ദൈവം കണ്ടു. അതിനായാണ് ദൂതന്മാരെ ദൈവം ഉണ്ടാക്കി മാറ്റി നിർത്തിയത്. ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കുക, അതാണ് ദൂതന്മാരുടെ ആവശ്യകത. അതിനായാണ് ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത്. സദൃശ്യവാക്യം 8-ാം അധ്യായം അത് മുഴുവൻ ഇങ്ങനെ പറയുന്നു: ദൈവം തൻ്റെ പ്രവൃത്തിയുടെ തുടക്കം എന്നോണം എന്നെ ഉണ്ടാക്കി. ദൈവം തൻ്റെ പ്രവൃത്തിയുടെ ആദ്യം എന്നോണം എന്നെ ഉണ്ടാക്കി. ദൈവം
മലകളും പുഴകളും മൺതരികളും മുന്നോടിയായി എന്നെ ഉണ്ടാക്കി, എന്നെ സ്ഥാപിച്ചു. ഈ പറയുന്നത് ജ്ഞാനം എന്ന നമ്മുടെ കർത്താവാണ്. തുടർന്നങ്ങോട്ട് ദൈവം ചെയ്യുന്ന ഓരോ സൃഷ്ടികളോടൊപ്പവും ഒരു സഹായിയായി, ഒരു ശില്പിയായി നമ്മുടെ ജ്ഞാനമെന്ന കർത്താവ് കൂടെയുണ്ടായിരുന്നു. സദൃശവാക്യം 8-ാം അധ്യായം പൂർണ്ണമായി ഇതിങ്ങനെ വിവരിക്കുന്നു. ഈ പറയുന്ന വ്യക്തി കർത്താവ് തന്നെയാണോ എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 7-ഉം 8-ഉം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു: ദൈവം ലോക സൃഷ്ടികൾക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻകൂട്ടി നിശ്ചയിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിയാൻ കഴിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ തേജസ്വിയായ കർത്താവിനെ അവർ കൊല്ലില്ലായിരുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇനി മറ്റൊരു വചനത്തിൽ കൊലോസ്യർ 1:15-16 ഇങ്ങനെ പറയുന്നു: പുത്രൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും തനി പകർപ്പും, എല്ലാ സൃഷ്ടികളിലും വെച്ച് ആദ്യം ജനിച്ചവനും എന്നാണ്. അതെ, ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയാണ് നമ്മുടെ കർത്താവ്. ആദാമിനെ ഉണ്ടാക്കുമ്പോൾ യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആദാമിനെ സൃഷ്ടിക്കുന്നത്: വരൂ, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യരെ ഉണ്ടാക്കാം. വരൂ, നമുക്ക് നമ്മുടെ ഛായയിൽ. ഒരു വ്യക്തിയെ കൂടെ ദൈവം ക്ഷണിക്കുന്നു. പാപിയായി തീർന്ന ശേഷവും ദൈവം ആഹ്വാനം ചെയ്യുന്നു. അവർ പാപിയായി തീർന്നിരിക്കുന്നു, കൽപ്പന ലംഘിച്ചു. ഇനി അരികത്ത് നിൽക്കുന്ന ആ നിത്യജീവൻ്റെ വൃക്ഷഫലവും ഇവർ പറിച്ച് തിന്നും. അങ്ങനെയെങ്കിൽ പാപിയായിരിക്കെ അവർ മരണമില്ലാത്തവരായി തുടരും. അതുകൊണ്ട് അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി സീൽ ചെയ്യുക. അതും നമ്മുടെ കർത്താവിനോടാണ് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഓരോ സൃഷ്ടി സമയത്തും കർത്താവിനെ കൂടെ ചേർത്ത് നിർത്തിയാണ് ദൈവം സകലതും ഉണ്ടാക്കിയത്. അതായത് അതിൻ്റെ മറ്റൊരു വശം ഇങ്ങനെ വായിക്കുമ്പോൾ, ജ്ഞാനമില്ലാതെ ഒന്നും ദൈവം സൃഷ്ടിച്ചില്ല. ഒരു പുല്ലിൽ ഒരു പൂ മുളയ്ക്കുന്നത് അതിനൊരു ജ്ഞാനമുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അതിൻ്റെ കൃത്യമായി ക്രമം പാലിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ജ്ഞാനമുണ്ട്. അത് നമ്മുടെ കർത്താവായ ക്രിസ്തു എന്ന ജ്ഞാനമാണ്. ദൈവം ചേർത്ത് വച്ച ജ്ഞാനമാണ്. നമ്മൾ മനുഷ്യർ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു എങ്കിൽ നമ്മിൽ ഒരു ജ്ഞാനമുണ്ട്. അത് കർത്താവായ ക്രിസ്തുവാണ്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ? ഇത്രയധികം വരുന്ന ജനതയുടെ പാപത്തിന് മോചനദ്രവ്യമായി തീരുവാൻ എങ്ങനെ കർത്താവിൻ്റെ രക്തം മൂല്യമുള്ളതായി തീർന്നു. കർത്താവ് എപ്പോഴും ദൈവത്തോട് അരികിലായി നമുക്ക് വേണ്ടി ജ്ഞാനമായി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ അരികിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സകല സൃഷ്ടികളെയും ജ്ഞാനം നൽകി ശുദ്ധീകരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ നാളുകളെ എത്രത്തോളം മൂല്യവത്തായി കണക്കാക്കണമെന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഈ നൊയമ്പ് നാളുകളെ കാണുക. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.